ഹായ് ഫ്രണ്ട്സ്, ഇവർ വിവാഹിതരായ സീരിയലിൻ്റെ പുതിയ എപ്പിസോഡിൽ അഞ്ജനനെ ഭവാനി തന്നെ റൂമിലേക്ക് കൊണ്ടുവരികയാണേ. എന്നിട്ട് പറയും, നിന്നോട് ഞാൻ ആക്ട് ചെയ്യാനല്ലേ പറഞ്ഞത്, വീഴാൻ പറഞ്ഞോ? അപ്പോൾ അഞ്ജന പറയും, ആക്ട് ചെയ്യാനാ തുടങ്ങിയത്, പക്ഷെ അപ്പോഴേക്കും കാല് സ്ലിപ്പായി പോയി, പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഭവാനി പറയും, 1 മണിക്കൂർ കഴിഞ്ഞിട്ടാ പിന്നെ ബോധം വന്നത്. ആ വീഴ്ച എന്തായാലും വർക്കൗട്ടായി അല്ലമ്മേ. എന്നെ ആരാ എടുത്തത്? അജയ്. ആ അതടിപൊളി. അത് കാണാൻ പറ്റിയില്ലല്ലോ. ഭവാനി പറയും, നിന്റെ വലിയച്ഛനും ഉണ്ടായിരുന്നോ? അഞ്ജന പറയും, പാവം എന്നെ നോക്കി ഉറങ്ങാതിരിക്കായിരുന്നു. ഭവാനി പറയും, സെന്റിമെന്റ്സ് ഒന്നും വേണ്ട, എന്തായാലും ഞാൻ പ്ലാൻ ചെയ്തത് നടന്നു. അജയ് സ്റ്റേഷനിൽ പോയില്ല. അഞ്ജന പറയും, പക്ഷേ അവൻ ഭൂമിയുടെ വീട്ടിൽ പോകുന്നു പറഞ്ഞു. അവളാണ് യഥാർത്ഥ വില്ലത്തി, ഭൂമി. ഭവാനി പറയും, ഓരോ സ്റ്റെപ്പ് വീതം വേണം കയറാൻ, ഇല്ലെങ്കിൽ നീ വീണതുപോലെ വീഴും. ഇനിയൊരു വീഴ്ച വേണ്ട, നീ കിടന്നോ. അത് പറഞ്ഞ് ഭവാനി പോകാൻ തുടങ്ങും. അഞ്ജന പറയും, അജയ് ഭൂമിയുടെ വീട്ടിൽ പോയി വരുമ്പോ എനിക്കൊന്ന് കാണണമെന്ന് പറയണേ. ആ പറയാം, നീ റെസ്റ്റ് എടുത്തോ. അത് പറഞ്ഞ് ഭവാനി പോവും. പിന്നീട് കാണിക്കുന്നത്, ഭൂമി ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കട്ടോ. ബസ്സിൽ കയറി വണ്ടിയിലിരിക്കുകയാണേ. ഈ സമയം കമല അവിടെ തന്നെ ഉണ്ട്. അപ്പം തന്നെ ഭവാനിയെ വിളിച്ചിട്ട് പറയും, ഭൂമി വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം ഭവാനി വയ്ക്കും, അജയ് അവളെ കണ്ടോ? ഇല്ല, ഞാൻ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പിന്നാലെ ഉണ്ട്. ഭവാനി പറയും, കത്ത് കിട്ടിയാൽ മതിയാകോ? അപ്പം തന്നെ കമല പറയും, അതുമായിട്ട് മാത്രമേ ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യണേ. ഭവാനി മനസ്സിൽ വിചാരിക്കും, അജയ് എത്തുന്നതിന് മുന്നേ അവൾ പോയി, ആശ്വാസമായി എന്ന് പറഞ്ഞ് സമാധാനിച്ച് നിൽക്കാട്ടോ. അങ്ങനെ ഭൂമിയുടെ ബസ്സിന് പിന്നാലെ തന്നെ ആ കമാലും പോകുന്നുണ്ട് കേട്ടോ. അയാള് ബുള്ളറ്റിലാണ് പോകുന്നത്. ഭൂമിയാണെങ്കിൽ ഒന്നും അറിയാതെ സങ്കടത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ് ബസ്സിനകത്ത്. ശേഷം പിന്നീട് കാണിക്കുന്നത് പുതിയൊരു കഥാപാത്രത്തിന്റെ എൻട്രി ആട്ടോ. അതായത് അജയുടെ അനുജത്തി വരികയാണ്, അനുപമ. ആളെ കാത്ത് വെയിറ്റിങ്ങിലാണേ അച്ഛനും അമ്മയും. സംഗീത പറയും, ഒരു വട്ടു പെണ്ണാണേ, എന്തൊക്കെയാ കാട്ടിക്കൂട്ടെന്ന് പറയാൻ പറ്റില്ല, നിങ്ങളോട് പറയാറില്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയി കാണണമെന്ന്. അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴേക്കും കാറ് മുന്നിലെത്തും. വന്ന് കയറിയപ്പോൾ തന്നെ അച്ഛനെയും അമ്മേനെയും വിശേഷങ്ങളൊക്കെ സംസാരിക്കാട്ടോ. അതായത് ആളൊരു കൊഞ്ചൽ കുട്ടിയാണെന്ന് അർത്ഥം, ഒരു വായാടി. സംഗീതയുടെ സംഗീതമൊക്കെ നിന്നോ, മാധവ, കൃഷ്ണ എന്നൊക്കെ വിളിച്ച് അങ്ങനെ അച്ഛനോടും അമ്മേനോടും അത്രയും ക്ലോസ് ആയിട്ടുള്ളൊരു മകളാട്ടോ. അങ്ങനെ സംഗീത വയ്ക്കും, അനുഭവം വന്നില്ലേ? ആ, അനുഭവം വരുന്നതും വരാത്തതും എൻ്റെ വിഷയമല്ല. ഈ പെണ്ണിന് നാവിന് ലൈസൻസ് ഇല്ലാതെ എന്തൊക്കെയാ പറയുന്നേ? അങ്ങനെ ഓരോ തർക്കത്തിലും പറഞ്ഞിട്ട് ആളാത്തേക്ക് കയറി പോകും. സംഗീത പറയും, ഇവൾക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ, നിന്റെ അല്ലേ മോള് എന്ന് മാധവനും പറയും. അങ്ങനെ അനുപമ നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകുമ്പോൾ മുത്തശ്ശിക്ക് സന്തോഷമാവും, നീയാ എൻ്റെ ആദ്യത്തെ കൊച്ചുമകള്. അഭിരാമി അഞ്ജനയും ഏതാണ്ട് ഒരേ സമയാ. അങ്ങനെ മുത്തശ്ശിയെയും സോപ്പിടാട്ടോ. പിന്നീട് അങ്ങോട്ട് അപ്പോഴേക്കും ഭവാനിയെ കാണുമ്പോൾ ഭവാനി അമ്മായി എന്ന് വിളിച്ച് അടുത്തേക്ക് ചെല്ലും. അങ്ങനെ ഭവാനിയോടും കൊഞ്ചി കൊഞ്ചി സംസാരിക്കും കേട്ടോ. ആൻറ്റിക്ക് ഒരു മാറ്റവും ഇല്ല. ഭവാനി പറയും, നിനക്കും ഒരു മാറ്റവും ഇല്ല. അല്ല ആൻറ്റിയുടെ പൊക്കം കുറഞ്ഞോ? ഭവാനി പറയും, എൻ്റെ മോളെ ഒരു പ്രായം കഴിഞ്ഞാൽ പൊക്കം കൂടുകയും കുറേയില്ല. അപ്പം അനുപമ പറയും, അല്ല ആൻറ്റിയുടേത് ഹീലിന് കുറഞ്ഞോന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോഴേക്കും മുത്തശ്ശി, മോളെ ഈ മാല എപ്പോഴും ഇടോ എന്ന് വെച്ച് ആ കഴുത്തിലെ മാല തൊട്ട് നോക്കാട്ടോ. അതായത് ഭൂമിയുടെയും കഴുത്തിലുണ്ടായിരുന്ന ആ ഒരു മാലയില്ലേ, അവരുടെ കുടുംബമുദ്ര. അനുപമ പറയും, ഇത് നമ്മുടെ കുടുംബത്തിന്റെ മഹാത്മ്യല്ലേ മുത്തശ്ശി, മുത്തശ്ശി കുഞ്ഞിലെ തന്നതല്ലേ, ഇതെനിക്ക് ദൈവത്തെ പോലെയാ. നിനക്കും അഞ്ജനയ്ക്കും അഭിരാമിക്കും തന്നതാ. പക്ഷെ അഭിരാമി, അവളെ ഒന്ന് കണ്ടിട്ട് എനിക്ക് കണ്ണടയ്ക്കാൻ കഴിയുമോ മോളെ? ഭവാനിക്ക് ഒരു പുച്ഛം, അവൾക്ക് എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശി കരയാൻ തുടങ്ങും. ഭവനിക്കും, നീ ഉടനെ മടങ്ങോ? ഇല്ല, അജയുടെ അഞ്ജനയുടെയും കല്യാണവും നിശ്ചയമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോവും. അല്ല അഞ്ജനയുടെ, അവളും മുറിയിലുണ്ട്, എന്ന് ഞാനൊന്ന് കണ്ടിട്ട് വരാം മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് അനുപമ അങ്ങോട്ട് പോകും. അപ്പോഴേക്കും മാധവനും സംഗീതയും ഇവളുടെ ബാഗൊക്കെ ആയിട്ട് വരിക കേട്ടോ. അങ്ങനെ അനുപമ നേരെ അഞ്ജനയുടെ അടുത്ത് ചെന്ന് അഞ്ജനയെ കെട്ടിപ്പിടിച്ച് കട്ടിലേക്ക് വീഴും. പിന്നെ രണ്ടുപേരും നന്നായിട്ട് സംസാരിക്കും. നിനക്കവിടെ സുഖല്ലേ എന്ന് അഞ്ജന ചോദിക്കുമ്പോൾ, നിന്റെ കയ്യിൽ ഫോണില്ലേ, അതിലെൻ്റെ നമ്പർ ഉണ്ടല്ലോ, ഇടയ്ക്ക് വിളിച്ച് സുഖമെന്നൊക്കെ അന്വേഷിച്ചൂടെ? അപ്പം അഞ്ജന പറയും, ഇവിടെ തിരക്കടി. ഇപ്രാവശ്യത്തെ ഇലക്ഷന് നിന്നതാണല്ലോ അല്ലേ? അല്ല, നീ ഇപ്പോഴും ഈ ഗോൾഡ് മാല ഇടുമോ എന്ന് അഞ്ജന ചോദിക്കുമ്പോൾ അനുപമ പറയും, അവിടെ വെറും മുത്തശ്ശിയെ സുഖിപ്പിക്കൽ, ഇവിടുന്ന് പോയതിനു ശേഷം ഇട്ടിട്ട് പോലുമില്ല. അപ്പോഴേക്കും ഭവാനി അങ്ങോട്ട് വരും കേട്ടോ. അങ്ങനെ അനുപമ പറയും, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം, ഒരുപാട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് അനുപമ അവിടുന്ന് പോകും. പോയി കഴിഞ്ഞാൽ ഭവാനി അഞ്ജനോട് പറയും, ഞാൻ എന്തിനാ വേഗം വന്നതെന്നറിയോ? നിന്റെ വായെന്ന് അറിയാതെ എന്തെങ്കിലും വീണാലോ എന്ന് കരുതി. അനുപമ ഒരു പ്രത്യേക തരം ക്യാരക്ടറാ, വിശ്വസിക്കാൻ കൊള്ളില്ല. പ്രത്യേകിച്ച് ഒരു അഭിപ്രായം ഇല്ല, ഒരഭിപ്രായത്തിൽ നിന്ന് പെട്ടെന്ന് വിരുദ്ധ അഭിപ്രായത്തിലേക്ക് മാറും. നമ്മുടെ രഹസ്യങ്ങൾ നമ്മളെ മനസ്സിൽ തന്നെ ഇരുന്നാൽ മതി, ഞാൻ നോക്കിക്കോളാമേ. അല്ല നീ എന്തെടുക്കായിരുന്നോ? ഞാൻ ചാറ്റ് ചെയ്യായിരുന്നു ഫ്രണ്ട്സായിട്ട്. ശരി,
എന്ന് പറഞ്ഞ് ഭവാനി പോകും. അഞ്ജന ഭവാനി പറഞ്ഞൊക്കെ ആലോചിച്ച് നിൽക്കുക കേട്ടോ. ശേഷം പിന്നീട് കാണിക്കുന്നത് ഭൂമിയാണ്. ഭൂമി ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ടുള്ള വഴി അറിയില്ല. അപ്പോൾ ഒരു കടയിൽ കയറി വഴി ചോദിക്കുമ്പോൾ അയാൾ പറയും ഒരു 7 കിലോമീറ്ററേ ഉള്ളൂ, ഇവിടെ അടുത്താണ്, ബസ് ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഓട്ടോയും ജീപ്പും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഭൂമി അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ കമാല് പിന്നാലെ തന്നെ എല്ലാം ശ്രദ്ധിച്ച് നടപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഭൂമി റോഡ് ക്രോസ് ചെയ്ത് നിൽക്കുമ്പോൾ കമാലിനെ കാണാം കേട്ടോ. ഇയാൾ എന്നെ പിന്തുടരുകയാണല്ലോ, ആരാ ഇയാള് എന്ന് വിചാരിച്ചിട്ട് ഭൂമി ഒരു ഓട്ടോയിൽ കയറി അവിടുന്ന് പോവാട്ടോ. ആ കമാല് പിന്നാലെ ആ ഓട്ടോന്റെ പിന്നാലെ പോവും. ശേഷം പിന്നീട് കാണിക്കുന്നത് അജയ് ഇങ്ങനെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അജയ് എന്ന് വിളിച്ച് അനുപമ വരും. നീ എത്തിയോ, എത്ര നാളായിടാ കാണുന്നേ, ഒന്ന് ഹഗ് ചെയ്യ്. അപ്പോൾ അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിൽക്കാട്ടോ. ഇങ്ങനെ വേണം, നിന്റെ ഒരേ ഒരു പെങ്ങളല്ലേ ഞാൻ, ഇനി ഒരെണ്ണം ജനിക്കാനും പോണില്ല, അതുകൊണ്ട് സ്നേഹിച്ച് കൊല്ലണം. പിന്നെ ഭാര്യമാരെ എപ്പോഴും വേണമെങ്കിൽ വേറെ വേറെ കിട്ടും, പെങ്ങന്മാര് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലാതെ കോൺസ്റ്റന്റാ. അല്ല അനുപയുടെ അത് കേൾക്കുമ്പോൾ തന്നെ അനുപമയ്ക്ക് ഇഷ്ടാവുന്നില്ല കേട്ടോ. എനിക്ക് വേറെ ഒന്നും ചോദിക്കാനില്ലേ? അജയ് പറയും ഒരു ബ്രദറിന്റെ റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ടല്ലോ. അനൂപിനോട് പറഞ്ഞിട്ടാണോ നീ വന്നത്? അനുപമ പറയും എന്തിനു പറയണം, ജെൻഡർ ഇക്വാലിറ്റി. ഒരു പോലീസ് ഓഫീസറിന് ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ കഷ്ടാട്ടോ. അജയ് പറയും എൻ്റെ ചോദ്യം നീ കേട്ടോ? അനുപമ പറയും ആ. അനൂപിനോട് പറഞ്ഞിട്ടാണോ വന്നേന്ന്? അപ്പം അനുപമ പറയും ഞാനൊരു കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് വന്നത്. അജയ് പറയും ഓഹോ, ആത്മഹത്യാക്കുറിപ്പാണോ? അതിൽ അനുപമ അജയ്. അപ്പം അജയ് പറയട്ടോ നീ അതും ചെയ്യും അവനെ പേടിപ്പിക്കാൻ. അനുപമ പറയും നിന്റെ വിവാഹ നിശ്ചയാറിന് ഓടി എത്തിയതാ ഈ പെങ്ങള്, അപ്പൊ സ്നേഹമായിട്ട് സംസാരിച്ചൂടെ? അജയ്ക്കും നിശ്ചയോ? ആ അതെ, നീയോ അഞ്ജലിയുമായിട്ടുള്ള നിശ്ചയം. ഓ അഞ്ജന ഇപ്പൊ നല്ല ക്യൂട്ടായിട്ടുണ്ട്, എന്താ ലുക്ക്, നല്ല ക്യാരക്ടർ, ഗുഡ് ലാക്ക് എന്ന് പറഞ്ഞ് കൈ കൊടുക്കും. അജയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നേ ഇല്ല. ഓ എന്റെ കല്യാണം നടത്താനാ നീ വന്നത്? അനുപമ പറയും അതെ, എന്നാ പെട്ടിയെടുത്ത് ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ, അല്ലെങ്കിൽ ഞാൻ കൊണ്ടാക്കാം. ആ അപ്പം അഞ്ജനനെ കെട്ടാൻ നിനക്ക് ഇഷ്ടല്ലേ? എനിക്ക് തോന്നി, അല്ലെങ്കിലും അഞ്ജനെ പോലെ ഒരാളെ കെട്ടേണ്ട ആളേ അല്ല നീ. ഇന്ത്യ ആക്ടേഴ്സിനേക്കാളും സൗന്ദര്യമുള്ള ആളാ നീ. നിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ലോക സുന്ദരിയായിരിക്കണം, അഞ്ജന പഞ്ചായത്ത് സുന്ദരി പോലും അല്ല. ആരുടെ തലയിലാ ഇങ്ങനൊരു ചിന്ത വന്നത്? ആ മുത്തശ്ശിയുടെ. അജയ് പറയും നിർത്തടി, എന്താ വേണമെങ്കിൽ ഞാൻ കൊളാക്കി തരാം. അജയ് പറയും ഓ നീ ഇടപെട്ട് കഴിഞ്ഞാ അതിന്റെ ചുമൽ എന്റെ മേലിരിക്കും. അപ്പൊ അനുപമ വിചാരിക്കും എന്താ തിടുക്കത്തിലൊരു വിവാഹാലോചനയൊക്കെ, അമ്മയോട് ചോദിക്കാം. ശേഷം ഭൂമി ശങ്കരനാരായണൻ സാറിൻ്റെ വീട്ടിലെത്തിയിരിക്കാട്ടോ. അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ തന്നെ അവിടുത്തെ ഒരു ആൾ വന്നിട്ട് പറയും ശങ്കരനാരായണൻ സാറ് ഒരു സെമിനാറിന് പോയിരിക്കണേ, നാളെ എത്തുള്ളൂ, പറഞ്ഞാൽ കറക്റ്റ് ടൈമാ. അതിൽ ഭൂമി ആകെ വിഷമത്തിലാകും. ഓട്ടോക്കാരൻ്റെ അടുത്ത് ആൾ വിടില്ല, എനിക്ക് കണ്ടിട്ടേ പോകാൻ പറ്റുള്ളൂ, എനിക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം അറിയുമെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ട്, അധികം പൈസയൊന്നും ആവില്ല എന്ന് പറഞ്ഞ് ഭൂമിയെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പോഴൊക്കെ ആ കമാൽ പിന്നാലെ ഉണ്ട് കേട്ടോ. ഓട്ടോ തിരിച്ചു പോകുമ്പോൾ കമാലും ഇവരുടെ പിന്നാലെ പോകും. പിന്നീട് കാണിക്കുന്നത് അനുപമ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും ചെല്ലാണ്. അവർ ഗാർഡൻ വർക്കിങ്ങിലാട്ടോ. അനുപമ പറയും എനിക്ക് തോന്നുന്നു അജയ്ക്ക് ഈ കല്യാണത്തിനോട് താല്പര്യമില്ലെന്നേ. സംഗീത പറയും നീ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ഞാൻ മതി, ഇത് അമ്മ തീരുമാനിച്ചതാ, അമ്മ പറയുന്നതിന്റെ മുകളിൽ ആരുമില്ല. അനുപമ പറയും അടിമത്തം, സ്ലേവർ, ഏത് കാലത്താണ് ജീവിക്കുന്നത് നിങ്ങളൊക്കെ? ഒരു പെൺകുട്ടി ഒരാളെ കല്യാണം കഴിച്ചു എന്ന് കരുതി അവളുടെ പഴയ ലവറിനെ ഉപേക്ഷിക്കണമെന്നില്ല. ആ ബന്ധം ഇങ്ങനെ പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇത് കേൾക്കുമ്പോൾ സംഗീതം അന്തം വിട്ട് നോക്കും. നീ എന്താടി പറഞ്ഞത്? മാധവേട്ടാ കേട്ടില്ലേ? നിങ്ങളുടെ മോടെ തല തിരിഞ്ഞിരിക്കുക, ഒന്ന് പിടിച്ച് നേരെയാക്ക്. മാധവൻ ചോദിക്കും എന്താ മോളെ? അനുപമ പറയും അച്ഛാ അമ്മയുടെ തലയാ തിരിഞ്ഞിരിക്കുന്നത്, അമ്മയുടെ തല എപ്പോഴും 1950-ലോ 60-ലോ ഒക്കെയാണ്, അത് പിടിച്ച് 2026-ലേക്ക് ആക്ക്. സംഗീത പറയും കേട്ടില്ലേ മോള് പറയണേ? മാധവൻ ഉപദേശിക്കാൻ തുടങ്ങണേ മോളെ കുടുംബത്തിൽ കുറേ നിയമങ്ങളുണ്ട്. അപ്പോഴേ അനുപമ പറയും BNS ഇല്ലാത്തത്. അപ്പോഴേക്ക് അനുപമ അതിൻ്റെ ഉള്ളിൽ കയറി പറയാൻ ഉദ്ദേശിച്ച ഡയലോഗുകളൊക്കെ പറയും. എന്തെങ്കിലും ഒരു നൂലിലാണ് പിടിച്ചു കെട്ടിയിരിക്കുന്നത്, അത് പൊട്ടാൻ എളുപ്പമാണ്, ഇത് എത്ര തവണ ഞാൻ കേട്ടിട്ടുള്ളതാ, ഒന്ന് മാറ്റി പിടിക്കച്ചാ. സംഗീത പറയും കേട്ടില്ലേ ഉപദേശിക്കാൻ ചെന്നപ്പോ ഇവളുടെ മറുപടി കേട്ടില്ലേ? അപ്പോ അനുഭവം പറയും ഉപദേശിക്കാൻ പള്ളിയിൽ പോണ്ടേ, ഉപദേശി എവിടെയല്ലേ ഉണ്ടാവുക? രണ്ടുപേർക്കും ഉത്തരം മുട്ടിപ്പോവും. അനുപമ പറയും രണ്ടുപേരോടും ഞാൻ എൻ്റെ ന്യായം പ്രഖ്യാപിക്കാം, ഞാൻ ഇനി മടങ്ങി പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താ എന്താ നീ പറഞ്ഞേ, ഇതിന്റെ അർത്ഥം എന്താന്നേ? അനുപമ പറയും എങ്കിൽ നല്ലൊരു മലയാളം അധ്യാപകന്റെ അടുത്ത് പോ, അർത്ഥം പറഞ്ഞുതരും. മാധവേട്ടൻ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കാണോ? എന്നാ അച്ഛനൊരു ചെയർ ഇട്ട് കൊടുക്ക്, അച്ഛൻ ഇരിക്കട്ടെ. സംഗീത അടിക്കാനോ അങ്ങോട്ടോ. നീ മിണ്ടല്ലേ സംഗീതേ? മാധവൻ ചോദിക്കും എന്താ കാര്യം? അനുപമ പറയും ഞാൻ ചിലപ്പം അനൂപായിട്ട് ബ്രേക്കപ്പ് ചെയ്യും, തീരുമാനിച്ചിട്ടില്ല. ദേ മുത്തശ്ശി ഇങ്ങനെ അറിഞ്ഞാലേ നിന്നെ വെട്ടിക്കൊല്ലും. മുത്തശ്ശി എന്നതിനെ ഇറച്ചി കിട്ടാൻ പോയി തുടങ്ങിയേ. മാധവൻ പറയും നീയല്ലേ പറഞ്ഞിട്ടുള്ളത് നിനക്ക് കിട്ടിയിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും നല്ല ഭർത്താവാണെന്ന്, എന്നിട്ടിപ്പോ എന്താ ഇതിലും നല്ല ഭർത്താവിന് കിട്ടില്ലെന്നൊക്കെ? അനുപമ പറയും ആ ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നും, പിന്നെ തോന്നും അതൊന്നും ശരിയല്ലെന്ന്. സംഗീത പറയും കുഴപ്പം നിന്റെയാ മാധവേട്ടാ, നിങ്ങളെ മോളെ എത്രയും പെട്ടെന്ന് നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കേ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകും. മോള് വന്നേ അച്ഛൻ പറയട്ടെ. എന്താ ഉപദേശിക്കാൻ പള്ളിയിലേക്കാണോ?
ആ വാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവാ മാധവൻ. അങ്ങനെ ആളുടെ ക്യാരക്ടർ ഇതാട്ടോ. പിന്നെ കാണിക്കുന്നത് ഭൂമിനെ ആ ഓട്ടോക്കാരൻ ഒരു ഹോട്ടലിൽ കൊണ്ടെത്തിച്ചിരിക്കാട്ടോ. താമസിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ഏർപ്പാട് ചെയ്യുക. അങ്ങനെ അകത്തേക്ക് കയറുന്ന സമയത്തും അയാളെ അതായത് ആ കമാൽ പിന്നാലെ ഉണ്ട് കേട്ടോ. ഭൂമി തിരിഞ്ഞു നോക്കുന്നില്ല. എന്നാലും ഭൂമിക്ക് നല്ല ഡൗട്ട് ഉണ്ട് അയാൾ വന്നിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. അങ്ങനെയാണ് ഈ ഭാഗം കഴിയുന്നത്. പിന്നീട് വരാൻ പോകുന്ന പ്രൊമോ ഉണ്ടല്ലോ, കിഡിലൻ പ്രൊമോ കേട്ടോ. നെക്സ്റ്റ് വീക്കിൻ്റെ ആ പ്രൊമോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്